ഇവിടെ ഇദ്ദേഹം ഒരു ഗ്രാമത്തിന്റെ നടുവിൽ ഒരു കപ്പൽ നിർമ്മിക്കുന്നു. കാരണം ഈ സ്ഥലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ വേറെ ആളുകളാരും ഇദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചില്ല. ചില വാർത്താ ചാനലുകൾ ഇദ്ദേഹത്തെ ഒരു മണ്ടനെന്ന് പറഞ്ഞ് പരിഹസിച്ചു. എന്നാൽ ഇദ്ദേഹം മറ്റാളുകളൊന്നും പറഞ്ഞത് കേൾക്കാതെ കപ്പലിന്റെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇദ്ദേഹം വയസ്സായിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം കുറെ മൃഗങ്ങൾ ഇദ്ദേഹത്തിന്റെ കപ്പലിന്റെ പരിസരത്തായി വന്നു. അതിൽ ചില മൃഗങ്ങൾ ഇദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ കപ്പൽ നിർമ്മാണം പൂർത്തിയായതും മൃഗങ്ങളെല്ലാം കപ്പലിന്റെ ഉള്ളിലേക്ക് കയറാനായി തുടങ്ങി. ഇദ്ദേഹം മറ്റാളുകളെയും കപ്പലിലേക്ക് കയറാനായി സ്വാഗതം ചെയ്തു. ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല. എല്ലാവരും ഇദ്ദേഹത്തെ പിന്നെയും കളിയാക്കി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് ആകാശമെല്ലാം ഇരുണ്ടുമൂടി മഴ പെയ്യാനായി ആരംഭിച്ചു. പിന്നെയും ഇദ്ദേഹം അവരുടെ എല്ലാവരുടെ അടുത്തും കപ്പലിലേക്ക് കയറാനായി പറഞ്ഞു. എന്നാൽ ഒരു ജലപ്രളയം ഉണ്ടാകുമെന്ന് ആരും വിശ്വസിച്ചില്ല. എന്നാൽ പെട്ടെന്ന് ആ സ്ഥലത്തൊരു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയതും ആ സ്ഥലത്തെ ഡാം പൊട്ടി വെള്ളമെല്ലാം അവിടേക്ക് വരികയാണ്. ഇത് കണ്ട ആളുകൾക്കെല്ലാം ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. അവരെല്ലാവരും കപ്പലിലേക്ക് ഓടിക്കയറി. അവർ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം ആ വെള്ളം തകർത്ത് കളഞ്ഞു. എന്നാൽ ഈ കപ്പലിന് ഒന്നും സംഭവിക്കാതെ അവരെല്ലാവരും സുരക്ഷിതമായി രക്ഷപ്പെട്ടു.